സ്മാർട്ട് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീമിന്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് എക്സ് ഓർ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ. എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് നോക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്തതിന് ഒന്നുകൂടെ ഡെറിവേറ്റീവ് ചെയ്യും. അതിനെയാണ് നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് വിളിക്കുന്നത്. എഫ് ഡബിൾ ഡാഷ് എക്സ്. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് എക്സ്. ഈ എഫ് ഡാഷ് എക്സിന് നമ്മൾ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കും, അല്ലെ? ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കും. അതിന് നമുക്ക് എന്ത് കിട്ടും? എഫ് ഡബിൾ ഡാഷ് എക്സ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തതിന് ഒന്നുകൂടെ ഡി ബൈ ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് നമുക്ക് കിട്ടും. ഡിഫറൻഷിയേറ്റിംഗ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഗെയിൻ, അതിനെയാണ് നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്. അതിനെ ഒന്നുകൂടെ ഡി ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അതിനെയാണ് നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടതാണ് ചെയിൻ റൂൾ. ചെയിൻ റൂൾ നമ്മൾ ഡിഫറൻസിയേഷനിൽ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. എപ്പോഴാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്? ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ചോണം. when a function contains another function inside it, we use the chain rule. ഇപ്പൊ നോക്കി, ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ എഫിന്റെ അകത്ത് ജി ഓഫ് എക്സ് പറയുന്ന വേറൊരു ഫംഗ്ഷൻ. അത്തരം അവസരങ്ങളിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചോണം? ചെയിൻ റൂൾ ഉപയോഗിക്കണം. അന്നേരം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, ഡി ബൈ ഡി എക്സ് എടുക്കുമ്പോൾ ആദ്യം ഔട്ട്സൈഡ് ഉള്ള ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കുക. ഇൻസൈഡ് ഉള്ള ഫംഗ്ഷനെ ഒന്നും ചെയ്യേണ്ട. ആദ്യം ഔട്ട്സൈഡ് ഉള്ള എഫിന്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ്. അതായത് ഇൻസൈഡ് ഉള്ള ജി ഓഫ് എക്സ് അതേപോലെ വെച്ചിട്ട് ഔട്ട്സൈഡ് ഉള്ള ഫംഗ്ഷൻ എഫിന്റെ ഡെറിവേറ്റീവ് എടുത്തു, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ്. ഇൻറ്റു അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻസൈഡ് ഉള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പിന്നീട് എടുത്ത് നേരത്തെ ഉള്ളതിലൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? That is d by dx of f of g of x equal to f dash of g of x into g dash x. Differentiate the outer function. Outer function f, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ f dash കിട്ടും. അതേ ഇൻറ്റു ഡിഫറൻഷിയേറ്റ് ദ ഇന്നർ ഫംഗ്ഷൻ. ഇവിടെ ഇന്നർ ഫംഗ്ഷൻ ഏതാ? g of x. അതിനെ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ g dash x. ഇതാണ് ചെയിൻ റൂൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ചെയിൻ റൂൾ. സ്കീം 2026 ചോദിച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5/8. Then the value of f dash 5/8 is equal to options 1/√2, √2, 2√2, 1, 0. അല്ല, ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. ഈ ഫംഗ്ഷൻ നമുക്ക് പരിചയമുള്ള ഒരു ട്രിഗണോമെട്രി ഐഡന്റിറ്റി ആണ്. പക്ഷെ നിങ്ങൾ കണ്ടേക്കുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ ഫോർമാറ്റിലായിരിക്കും. ഇതിന്റെ റെസിപ്രോക്കലായ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്, 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ് cos 2x. അതായത് cos 2x നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രി ഐഡന്റിറ്റിയുടെ റെസിപ്രോക്കൽ രീതിയിലാണ് നമുക്കിവിടെ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ പഠിച്ചിട്ടുള്ള 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് cos 2x ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആണ് ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ്. അതിന്റെ റെസിപ്രോക്കൽ ആണ്, അല്ലെ? ഇതിന്റെ റെസിപ്രോക്കൽ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ്. അന്നേരം cos 2x ന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ? എന്ത് കിട്ടും? 1 ബൈ കോസ് സീക്ക് എക്സ് എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ 1 ബൈ കോസ് 2x സീക്ക് 2x ആണ്, സീക്ക് ഓഫ് 2x. അതായത് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും സീക്ക് 2x ആണ്. എഫ് ഓഫ് എക്സ് എന്താ? സീക്ക് 2x. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് 2x. അന്നേരം ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എഫ് ഡാഷ് ഓഫ് 5/8. ഒരു ഡെറിവേറ്റീവ് എടുക്കണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം. നമുക്ക് തന്നിരിക്കുന്ന എഫിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ആണ്.
അരെ എഫ് ഡാഷിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ x0 എന്ന് പറയുന്ന പോയിന്റ് 5/8. ആദ്യം എഫ് ഡാഷ് എക്സ് കാണുക, അതിന്റെ അകത്ത് പോയിന്റ് x0 ഈക്വൽ ടു 5/8 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുക. അതായത് 5/8 എന്ന് പറയുന്ന പോയിന്റില് എഫ് ഓഫ് എക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്താണ് നമുക്ക് മനസ്സിലായി. ഈ ട്രിഗണോമെട്രി ഐഡന്റിറ്റി നമുക്ക് മനസ്സിലായി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക് 2x ആണ്. അതായത് സീക് 2xന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. നമുക്ക് നോക്കാം. നമ്മൾക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് സീക് 2x ആണ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെ. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീക്ക് എക്സ് എന്നല്ല, സീക്ക് 2x എന്നാണ്. അതായത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ, ഔട്ടർ ഫംഗ്ഷൻ സീക്കും ഇന്നർ ഫംഗ്ഷൻ 2x ആണ്. അതായത് നമ്മൾ ചെയിൻ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. എളുപ്പത്തിൽ ചെയിൻ റൂൾ വെച്ച് ചെയ്യാൻ കഴിയും അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് d/dx ഓഫ് സീക്ക് എക്സ്. എന്താ പഠിച്ചേക്കുന്നത്? സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ്. ഓക്കെ. കാരണം ഇവിടെ നമുക്ക് ഔട്ടർ ഫംഗ്ഷനായ സീക്കിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇതേപോലെ അങ്ങ് എടുക്കാം അല്ലെ. അരം സീക്ക് 2x ഇൻറ്റു ടാൻ 2x. അപ്പൊ ഔട്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇന്നർ ഫംഗ്ഷൻ ഏതാ? 2x ആണ്. 2xന്റെ ഡെറിവേറ്റീവ് ഓഫ് 2x നിങ്ങൾക്ക് അറിയാം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. 2 ഇൻറ്റു 1 2xന്റെ ഡെറിവേറ്റീവ് 2 ആണ്. കാരണം നമുക്ക് ഇൻറ്റു 2 അല്ലെ. ഔട്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുത്തു, ഇൻറ്റു ഇന്നർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഇതാണ് ചെയിൻ റൂൾ പറയുന്നത്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 സീക് 2x ഇൻറ്റു ടാൻ 2x ആണ്. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് എക്സ്. പക്ഷെ നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് x0 ആവുന്ന ഒരു കേസ്. അതായത് ഇവിടെ എക്സിന് പകരം നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം? 5/8 അപ്ലൈ ചെയ്യണം. എഫ് ഡാഷ് ഓഫ് 5/8. അത് എന്ത് ചെയ്താൽ മതി? എക്സ് ഉള്ളിടത്തെല്ലാം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? 5/8 കൊടുത്താൽ മതി. 2 ഇൻറ്റു സീക്ക് 2 ഇൻറ്റു 5/8 ഇൻറ്റു ടാൻ 2 ഇൻറ്റു 5/8. നിങ്ങൾക്ക് 2 8 ക്യാൻസൽ ആയി ഇവിടെ 4 വരും. ആംഗിളിൽ ഇവിടെ 2 8 ക്യാൻസൽ ആയി ഇവിടെ 4 വരും ഡിനോമിനേറ്റർ. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 2 സീക്ക് 5/4 2 സീക്ക് 5/4 ഇൻറ്റു ടാൻ 5/4. ഇതാണ് നമുക്ക് കിട്ടുന്നത്. എഫ് ഡാഷ് 5/8 ഈക്വൽ ടു എന്ത് കിട്ടും? 2 സീക്ക് എഫ് ഡാഷ് 5/8 ഈക്വൽ ടു 2 സീക്ക് 5/4 ഇൻറ്റു ടാൻ 5/4. കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് സീക്ക് 5/4 ടാൻ 5/4 ഒക്കെ വാല്യൂ. നമ്മൾ ട്രിഗണോമെട്രി ടേബിൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 5/4ന്റെ വാല്യൂ 1/√2 ആണ്. കോസ് 5/4ന്റെ വാല്യൂ 1/√2 ആണ്. ഓക്കെ. കോസിന്റെ റെസിപ്രോക്കലിലെ സീക്ക് സീക്ക് 5/4 എന്ത് കിട്ടും? √2. ഇനി നമുക്ക് വേണ്ടത് എന്താ? ടാൻ 5/4ന്റെ വാല്യൂ നമുക്കറിയാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് ടാൻ തീറ്റ. അതായത് നമുക്ക് സൈൻ 5/4 ഡിവൈഡ് ബൈ കോസ് 5/4 1/√2 ഡിവൈഡ് ബൈ 1/√2 നമുക്ക് എന്ത് കിട്ടും? ടാൻ 5/4ന്റെ വാല്യൂ നമുക്ക് 1 കിട്ടും. സൈൻ 5/4 1/√2 ആണ്. കോസ് 5/4 1/√2 ആണ്. അന്നേരം ടാൻ 5/4 എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്. സൈൻ 5/4 ഡിവൈഡ് ബൈ കോസ് 5/4 1/√2 ഡിവൈഡ് ബൈ 1/√2 1. അതായത് നമുക്ക് എല്ലാത്തിന്റെയും വാല്യൂ കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു സീക്ക് 5/4ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചു √2. ടാൻ 5/4ന്റെ വാല്യൂ 1. മൾട്ടിപ്ലൈ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 2√2. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എന്താണെന്ന് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്ത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് y ഈക്വൽ ടു 4√x then d²/dx² ഓഫ് y കാണും. അതായത് y നമുക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ആയ എഫ് ഡബിൾ ഡാഷ് എക്സ് അഥവാ d²/dx² ഓഫ് y കണ്ടുപിടിക്കും. ഓപ്ഷൻസ് നോക്കാം. 8/y² ഇൻറ്റു d/dx ഓഫ് y മൈനസ് 4/y² ഇൻറ്റു d/dx ഓഫ് y
minus 8 by y square into d by dx of y minus 2 by y square into d by dx of y 4 by y square into d by dx of y. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന y ഈക്വൽ ടു 4 റൂട്ട് എക്സ് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനാണ്. എല്ലാ ഓപ്ഷൻസിലും ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ടേംസിലാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് y ഈക്വൽ ടു 4 റൂട്ട് എക്സ് ആണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഇതിന്റെ സ്ക്വയർ എടുക്കുന്നത് രണ്ട് സൈഡിൽ y സ്ക്വയർ ഈക്വൽ ടു 4ന്റെ സ്ക്വയർ 16 റൂട്ട് എക്സിന്റെ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ് ആണ്. 16 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. നമ്മള് ഈ സ്ക്വയർ എടുക്കാതെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് പോയി കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. മാത്രമല്ല ഓപ്ഷൻസിലെല്ലാം dy by dx ഉണ്ട്. അതായത് നമ്മൾ ചെയിൻ റൂളിലോട്ട് പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യമേ നമ്മൾ സ്ക്വയർ ചെയ്ത് ഈ റൂട്ടിനെ മാറ്റും. അതാണ് ഇവിടുത്തെ ട്രിക്ക്. അതായത് നമുക്ക് ഇനി ഡെറിവേറ്റീവ് എടുക്കണം. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ് നമ്മൾ രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യും. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ്. y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇതിനെടുക്കാം. ഇവിടെ നോക്കി y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതായത് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ആണ്. വൈക്കകത്ത് എന്തിരിപ്പുണ്ട്? എക്സ് ഇരിപ്പുണ്ട്. അതായത് ഔട്ടർ ഫംഗ്ഷൻ y, ഇന്നർ ഫംഗ്ഷൻ ആയിട്ട് അതിന്റെ അകത്ത് നമുക്ക് എക്സ് ഇരിപ്പുണ്ട്. അതായത് നമ്മള് ഇവിടെ രണ്ട് സൈഡിലും ഡിഫറൻസിയേഷൻ ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്. കാര്യം സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ y സ്ക്വയറിനെ ചെയ്യുമ്പോൾ ഔട്ടർ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ y സ്ക്വയർ അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. d by dx ഓഫ് എക്സ് റൈസ് ടു n എന്താ പഠിച്ചേക്കുന്നത്? n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. d by dx ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 ഇൻറ്റു എക്സ്. ഇവിടെ y സ്ക്വയർ ആണ് അല്ലെ. അതായത് നമ്മൾ ഇതിനെ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ആദ്യം ചെയിൻ റൂൾ വെച്ച് ചെയ്യുമ്പോൾ ആദ്യം ഔട്ടർ ഫംഗ്ഷൻ y സ്ക്വയർ അതിനെ നമ്മൾ ചെയ്യുമ്പോൾ 2y കിട്ടും. ഇനി വൈയുടെ അകത്ത് ഇന്നർ ഫംഗ്ഷൻ ആയിട്ട് എക്സ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ വൈയെ നമ്മൾ എന്ത് ചെയ്യണം? വൈയെ നമ്മൾ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കണം. d by dx ഓഫ് y. ഇനി റൈറ്റ് സൈഡിൽ 16 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ് അല്ലെ. ഈ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ d by dx ഓഫ് എക്സ് നിങ്ങൾക്ക് അറിയാം 1 ആണ്. അതായത് 2y ഇൻറ്റു dy by dx 16 കിട്ടി. അങ്ങനെയാണെങ്കിൽ dy by dx എന്ത് കിട്ടും? ഈ 2y റൈറ്റ് സൈഡിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 16 by 2y. 2ഉം 16ഉം ക്യാൻസൽ ആയി ന്യൂമറേറ്ററിൽ 8 വരും. 8 by y കിട്ടും. ഓക്കെ. അതായത് dy by dx ഈക്വൽ ടു 8 by y കിട്ടും. dy by dx ഈക്വൽ ടു 8 by y. ഇതാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. d സ്ക്വയർ ബൈ dx സ്ക്വയർ ഓഫ് y. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 by y ആണ്. അതായത് ഇതിനെ നമ്മൾ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലെ. അതായത് നമുക്കറിയാം 8 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 by y റെസ്പെക്ട് എക്സ് ആണ്. നമുക്കറിയാം വൈക്കകത്ത് എന്തുണ്ട്? y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതായത് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മൾ 1 by എക്സിന്റെ ഡെറിവേറ്റീവ് അതേ ഫോർമാറ്റ് 1 by y അവിടെ കിടക്കുന്നത്. ഒരു ഔട്ടർ ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി d by dx ഓഫ് 1 by x നമുക്ക് എല്ലാവർക്കും അറിയാം. ഇക്വേഷൻ എന്താ? ഇതിനെ നമ്മൾ d by dx ഓഫ് എക്സ് റൈസ് ടു മൈനസ് 1 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? -1 ഇൻറ്റു എക്സ് റൈസ് ടു -2. നമുക്ക് -1 by എക്സ് സ്ക്വയർ. ഇതുപോലെ 1 by y യുടെ ഡെറിവേറ്റീവ് എടുക്കാം. -1 by y സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അകത്തുള്ള ഫംഗ്ഷൻ ഇന്നർ ഫംഗ്ഷൻ അല്ലെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ y യുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. y വിത്ത് റെസ്പെക്ട് ടു എക്സിൽ d by dx ഓഫ് y. d സ്ക്വയർ ബൈ dx സ്ക്വയർ ഓഫ് y ഈക്വൽ ടു -8 by y സ്ക്വയർ ഇൻറ്റു d by dx ഓഫ് y. കണ്ടോ? ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ടേമില് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഫംഗ്ഷനെ സ്ക്വയർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യും. ഇവിടുത്തെ ഓപ്ഷൻസ് ഏതാണ്? ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ആൻസർ ചെയ്തെടുക്കാൻ കഴിയും. ഇന്നത്തെ മാത്സ് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതുപോലെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ സ്മാർട്ട് ടോപ്പർ ആപ്പിൽ അവൈലബിൾ ആണ്. ക്ലാസ് എല്ലാം ഓർഡറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയി മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി സ്മാർട്ട് ടോപ്പർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങും.
താങ്ക്